Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പോസിഷനെ പറ്റിയാണ്. പ്രൊപ്പോസിഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അറ്റ് ദ സെയിം ടൈം ചിലർക്ക് കൺഫ്യൂസിങ്ങും ആണ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട പൊസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊപ്പോസിഷൻസിനെ ഡിസ്കസ് ചെയ്യുന്നു. What is preposition? A preposition is a word that indicates the relationship between a noun and the other word of a sentence. എന്താണ് preposition എന്ന് പറഞ്ഞാൽ? preposition ഒരു വാക്കാണ്. അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു സെന്റൻസിലുള്ള നൗണിനെയും മറ്റു വേർഡ്സിന്റെയും റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സിന് പറയുന്ന പേരാണ് prepositions. പ്രിപ്പോസിഷൻസ് നമ്മൾ നൗണിന്റെയും പ്രൊനൗണിന്റെയും നോൺ ഫ്രേസിന്റെയും ഒക്കെ മുന്നിൽ യൂസ് ചെയ്യാറുണ്ട്. ചില പ്രിപ്പോസിഷൻ ഷോ ചെയ്യുന്നത് ഡയറക്ഷനെ കാണിക്കാനാണെങ്കിൽ ചില പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ലൊക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ മെയിൻലി പ്രിപ്പോസിഷന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു സെന്റൻസിലുള്ള വേർഡ്സുകളെ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സെന്റൻസിൽ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ സെന്റൻസ് തമ്മിൽ എന്താണ് കണക്ഷൻ ഇല്ലാതെ നിൽക്കും. ഇപ്പൊ ഒരു സെന്റൻസ് ക്ലിയർ ആയി പറയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി ഷുഡ് യൂസ് പ്രിപ്പോസിഷൻസ്. Now let us discuss what are different types of preposition. They are preposition for place, preposition for time, preposition for agent or instrument, preposition for manner, preposition for cause, reason, purpose, and preposition for possessions. ഇതാണ് different types of preposition. Now let us discuss the first preposition, preposition of place. അതായത് സ്ഥലം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ആദ്യം പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ഏതാണ്? ഇൻ, ഓൺ, അറ്റ്. ഈ മൂന്ന് പ്രിപ്പോസിഷൻസ് ആണ് കൂടുതലായിട്ടും സ്ഥലം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ്. Preposition of place describe the position of a person or thing in relation to another person or thing. Preposition of place നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഒരു പേഴ്സണെയോ ഒരു തിങ്ങിനെയോ മറ്റൊരു പേഴ്സണോ തിങ്ങോ ആയിട്ട് റിലേഷൻ കാണിക്കാൻ വേണ്ടി, പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ് ഒരു സാധനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സഹായിക്കുന്ന പ്രൊപ്പോസിഷൻ ആണ് പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻ, ഓൺ, അറ്റ് ഒക്കെയാണ് പ്ലേസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ. അത് ഇൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും എവിടെ, എന്തിന്റെ മുന്നിലായിരിക്കും? ഒരു പെട്ടിക്കുള്ളിലൊക്കെ ഇരിക്കുന്ന സാധനം, കാറ്റ് ഇൻ എ ബോക്സ്. അപ്പോൾ ക്ലോസ്ഡ് എൻക്ലോസ് സ്പേസസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. അതുപോലെ ഏതെങ്കിലും ഒരു സർഫസിന്റെ മേലെ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ. നമ്മൾ കോമൺ ആയി പറയുന്നതാണ് ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ടേബിളിന്റെ മേലെയാണ്. അപ്പൊ സർഫസിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണ്? സർഫസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആണ്. അതുപോലെ മറ്റൊരു പ്രൊപ്പോസിഷൻ അറ്റ്. ഒരു സ്പെസിഫിക് പോയിന്റോ ഒരു ലൊക്കേഷനോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസിലെ പ്രൊപ്പോസിഷൻ ആണ് ഏത്? അറ്റ്. ലെറ്റ് us look at some example. First one, do not park on double yellow line. ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഡബിൾ യെല്ലോ ലൈൻസ് മാർക്കിംഗ് ഉള്ളിടത്ത് വണ്ടി പാർക്ക് ചെയ്യരുത്. അപ്പൊ അവിടെ വരുന്ന ആ ഒരു സർഫസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ. ദ ടോയ് ഷോപ്പ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ്. കണ്ടോ?
റോഡിന്റെ അറ്റത്താണ് ആ ടോയ് ഷോപ്പ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് പറയാണ് ഷോപ്പ് എവിടെയാണ്, റോഡിന്റെ അറ്റത്ത്. അപ്പൊ ഒരു ലൊക്കേഷൻ സ്പെസിഫൈ ആയിട്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഇത് അറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്, ഒരു ബോക്സിന്റെ ഉള്ളിലോ എന്തിനെങ്കിലും എൻക്ലോസ് സ്പേസിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണ്, ഇൻ ആണ്. അപ്പൊ നോക്കൂ, ദ പേഴ്സ് ഡാഷ് ഈസ് ഇൻ മൈ പോക്കറ്റ്. പേഴ്സ് ഈസ് ഇൻ മൈ പോക്കറ്റ്. അവിടെ വരുന്നത് ഏതാണ്, ഇൻ ആണ് അവിടെ വരുന്ന പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസ്. നെക്സ്റ്റ് വൺ, പ്രൊപ്പോസിഷൻ ഓഫ് ടൈം. ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ആണ് അറ്റ്, ഇൻ, ഓൺ. നമ്മളിത് ഓൾറെഡി നേരത്തെ പ്ലേസിൽ പറഞ്ഞു, പക്ഷെ ടൈമിൽ നമ്മൾ ഏത് തന്നെയാണ് യൂസ് ചെയ്യുക, ഈ സെയിം പ്രിപ്പോസിഷൻസ് ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലുക്ക് അറ്റ് ദിസ്. എ പ്രൊപ്പോസിഷൻ ഓഫ് ടൈം is a proposition that allows you to discuss a specific time period, such as date on the calendar, day of week, etc. അതായത് ഒരു കറക്റ്റ് സ്പെസിഫിക് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഒരു സമയത്തെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് പ്രൊപ്പോസിഷൻ ഓഫ് ടൈം. പ്രൊപ്പോസിഷൻ ഓഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസിലെ സെയിം വേർഡ്സ് ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്യുന്ന രീതി എന്താണ്, ഒരു ഡിഫറെന്റ് വേയിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ അറ്റ് യൂസ് ചെയ്യുന്നത് പ്രിസൈസ് ടൈം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക അറ്റാണ്. അതേപോലെ ഡേയ്സിന്റെയും ഡേറ്റ്സിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണ്, ഓൺ. മാസങ്ങളുടെയും വർഷങ്ങളുടെയും അഥവാ സെഞ്ചുറീസിന്റെ ഒക്കെ മുന്നേ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഏതാണ്, ഇൻ ആണ്. അപ്പൊ തിരിഞ്ഞു പോവരുത് പ്രൊപ്പോസിഷൻ ഓഫ് പ്ലേസും പ്രൊപ്പോസിഷൻ ഓഫ് ടൈമും. ലെറ്റ്സ് ലുക്ക് സം എക്സാമ്പിൾസ്. ഹി ഈസ് ഇൻ മീറ്റിംഗ് അറ്റ് ദ മൊമെന്റ്. കണ്ടോ, അപ്പൊ അവിടെ ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ്, അയാള് ഇപ്പോ അറ്റ് പ്രസന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മീറ്റിംഗില് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രിസൈസ് ടൈം, കറക്റ്റ് ഇന്നത് എന്ന് സ്പെസിഫിക് ആയി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് എന്ത്, പ്രൊപ്പോസിഷൻ ഓഫ് ടൈം ആയ അറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീ വെന്റ് ഡാഷ് ഓൺ ഹോളിഡേ ടുഡേ. കണ്ടോ, അവിടെ എന്ത് പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണ്ടേ, ഓൺ. എന്തുകൊണ്ടാണ് ഓൺ വന്നത്, ഡേ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്, ഓൺ ആണ്. അവള് ഹോളിഡേക്ക് പോയിരിക്കുകയാണ്, വെന്റ് ഓൺ ഹോളിഡേ ടുഡേ, ഇന്നാണ് പോയത്. അപ്പൊ നമ്മൾ ആ ദിവസം സ്പെസിഫിക് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത പ്രൊപ്പോസിഷൻ ഏതാണ്, ഓൺ. ഡോണ്ട് ഡ്രൈവ് ഇൻ ദ പാർക്ക്. കണ്ടോ, പാർക്കില് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ യൂസ് ചെയ്ത പ്രൊപ്പോസിഷൻ ഏതാണ്, ഇൻ. നെക്സ്റ്റ് വൺ, preposition of agent or thing. This preposition is used to indicate a casual relationship between nouns and other part of sentence. ഈ പ്രൊപ്പോസിഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു സെന്റൻസിലുള്ള നൗൺസിനെയും അതിന്റെ അതർ സെന്റൻസിലുള്ള അതർ ഭാഗങ്ങളെയും റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് എന്ത്, പ്രൊപ്പോസിഷൻ ഓഫ് ഏജന്റ്സ് ഓർ പ്രൊപ്പോസിഷൻ ഓഫ് തിങ്സ്. ഈ പ്രൊപ്പോസിഷൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു വസ്തുവിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. എങ്ങനത്തെ, അത് മറ്റൊരു ഇതിന്റെ റീസൺ ആവാൻ കാരണമായ, ആ സെന്റൻസിൽ മറ്റൊരു ഇത് വരാൻ റീസൺ ആയിട്ടുള്ള പ്രൊപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് പ്രൊപ്പോസിഷൻ ഓഫ് ഏജന്റ് ഓർ തിങ്. അത് നമ്മൾ ഡിവൈസസിനായാലും ഇൻസ്ട്രുമെന്റ്സിനായാലും മെഷീൻസിനായാലും ഡിഫറെന്റ് പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുക. ഒരേ പ്രൊപ്പോസിഷൻ തന്നെയല്ല ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന പ്രൊപ്പോസിഷൻ ആണ് ഓഫ്, ബൈ, വിത്ത്. ഇതാണ് കൂടുതലായിട്ട് പ്രൊപ്പോസിഷൻ ഓഫ് ഏജന്റ്സിന്റെ കൂടെ യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ബിവെയർ ഓഫ് ഡോഗ്സ്. അതിലെ പ്രൊപ്പോസിഷൻ ഏതാണ്, ഓഫ്. എന്താണ്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, അതാണ് സെന്റൻസിന്റെ അർത്ഥം. അപ്പോ എന്തിനെ നമ്മൾ സൂക്ഷിക്കണം, ഡോഗ്സിന് സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എന്തിനാണ് അവിടെ ഓഫ് ആഡ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ, ഡോഗ് ഉണ്ട് സൂക്ഷിക്കണം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഏജന്റ് ഏത് തിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത പ്രൊപ്പോസിഷൻ ആണ് ഓഫ്. ഹി വാസ് ഹിറ്റ് ബൈ എ ബോൾ. അവൻ ഒരു ബോളാൽ അടിക്കപ്പെട്ടു. അപ്പൊ അത് എന്തുകൊണ്ടാണ് അടി കിട്ടിയത്, ബോൾ കൊണ്ടാണ് ഹിറ്റ് കിട്ടിയത്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാണ്? ബൈ. ഹി വാസ് ഹിറ്റ് ബൈ എ ബോൾ. നെക്സ്റ്റ് വൺ, ഹൈലി ഇൻഫ്ലേമബിൾ, ഹാൻഡിൽ ഡാഷ് കെയർ. എന്തായിരിക്കും അവിടെ വരിക? ഹാൻഡിൽ വിത്ത് കെയർ. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ്. വളരെ പെട്ടെന്ന് തീ പിടിക്കും, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. നമ്മൾ നോർമലി കാണുന്ന ഒരു സെന്റൻസ് ആണ്. പെട്രോൾ ടാങ്കിന്റെയും ഇതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ കോമൺ ആയിട്ട് നോട്ട് ചെയ്ത് കാണുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. അപ്പൊ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ, ഹൈലി ഇൻഫ്ലേമബിൾ. അപ്പൊ ആ ഒരു ഏജന്റ് വഴി അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ ആ ഏജന്റ് അല്ലെങ്കിൽ ആ തിങ്ങിനെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് എന്ത്? പ്രിപ്പോസിഷൻ ഏജന്റ്സ്. അപ്പൊ ഇതിൽ ഏത് പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണ്ടേ? ഓഫ് ആണോ, ബൈ ആണോ, വിത്ത് ആണോ? യു ഷുഡ് യൂസ് വിത്ത്. Preposition of manner. These prepositions are about the way something happens or how something is done. ഈ പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണെന്ത്? പ്രിപ്പോസിഷൻ ഓഫ് മാനർ. കണ്ടീഷൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓഫ് മാനർ ആണ് ഇന്നും വിത്തും. അതുപോലെ ട്രാൻസ്പോർട്ടേഷന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ബൈ, വിത്ത്. അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒപ്പോസിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറയുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ഫോർ ഓർ അഗെയിൻസ്റ്റ്. ലുക്ക് അറ്റ് ദിസ്, മൈ ബ്രദർ വാക്സ് ലൈക്ക് ആൻ ഓൾഡ് മാൻ. കണ്ടോ, അവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ലൈക്ക്. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ബ്രദർ ഒരു വയസ്സായ ആളെ പോലെ നടക്കുന്നു. ലൈക്ക് ആൻ ഓൾഡ് മാൻ. ആക്ച്വലി ബ്രദർ ഓൾഡ് ആണോ? അല്ല. പക്ഷെ നടക്കുന്നത് കണ്ട എങ്ങനെയാണ്? ഒരു ഓൾഡ് മാനെ പോലെയാന്ന് തോന്നും. അപ്പൊ അത് കാണിക്കാൻ, മാനറിസം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്ത പ്രപ്പോസിഷൻ ആണ് ലൈക്ക് എന്നുള്ള പ്രപ്പോസിഷൻ. ഹി വെന്റ് ടു ഹിസ് ടൗൺ ഡാഷ് ഓൺ ഫുഡ്. കണ്ടോ, അപ്പൊ അവിടെ ഫുഡ് എന്ത് വരുന്നു? ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ വരുന്നു. എങ്ങനെ പോയി എന്ന് മാനറിസം കാണിക്കാൻ വേണ്ടി. നടന്നു പോയി, ടൗണിലേക്ക് നടന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഡിനോട്ട് ചെയ്ത പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ. Preposition of cause and reason. This preposition is used to show the reason of a happening or being in a sentence. ഈ പ്രിപ്പോസിഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുക ഒരു കാര്യം എന്താ സംഭവിച്ചത്, അതിന്റെ റീസൺ എന്താണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് പ്രിപ്പോസിഷൻ ഓഫ് കോസ് ഓർ റീസൺ. ബിക്കോസ് ഓഫ്, ലെറ്റ്സ് ടു, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് കോസിൽ വരുന്നത്. ഇതിൽ ബിക്കോസ് ഓഫ് ആയാലും ഏത് ഇതായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിന്റെ പാർട്ടിൽ വരുന്നത് അതിന്റെ കോസ് ആയിരിക്കും. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എന്തായിരിക്കും? അതിന്റെ എഫക്റ്റ് ആയിരിക്കും. നോക്കൂ ഒരു എക്സാമ്പിൾ. ബിക്കോസ് ഓഫ് ദ സ്റ്റോം ഐ കുഡ് നോട്ട് ലീവ് മൈ ഹൗസ്. എന്താണ് അതിന്റെ അർത്ഥം? കൊടുങ്കാറ്റ് കാരണം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. കണ്ടോ, അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് സ്റ്റോം. ആദ്യം വരുന്നത് കോസ് ആണ്, കാരണമാണ്. അത് കാരണം അതിന്റെ എഫക്റ്റ് ആണ് എന്ത്? രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. ആ അതിന്റെ എഫക്റ്റ് എന്താണ്? എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നെക്സ്റ്റ് വൺ, ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്. എന്താണ്? നന്നായി ഹാർഡ് വർക്ക് ചെയ്ത വിജയം നിശ്ചയം. ഹാർഡ് വർക്ക് ചെയ്താലേ എന്തുണ്ടാവുള്ളൂ? സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് എന്ത്? കോസിന് കാണിക്കാൻ വേണ്ടി ലീഡ്സ് ടു എന്നുള്ളതാണ് എന്ത്? പ്രൊപ്പോസിഷൻ ഓഫ് കോസ്. ഹാർഡ് വർക്ക് ചെയ്താലേ വി ഷുഡ് ഗെറ്റ് സക്സസ്. ദ റീസൺ ഫോർ മൈ ലേറ്റ് അറൈവൽ ഈസ് ദി ഹൊറിബിൾ ട്രാഫിക്. കണ്ടോ, ഞാൻ ലേറ്റ് ആയി വരാൻ കാരണം എന്താണ്? ട്രാഫിക് ഹൊറിബിൾ ആയതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അപ്പൊ ആ കാരണം കാണിക്കാൻ വേണ്ടി പ്രൊപ്പോസിഷൻ ഓഫ് റീസൺ. റീസൺ കാണിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് ഇവിടെ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഫോർ. പ്രിപ്പോസിഷൻസ് സിമ്പിൾ ആണ്. നമുക്ക് എവിടെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക് ആണ് പ്രിപ്പോസിഷൻ. ലാസ്റ്റ് വൺ, പ്രിപ്പോസിഷൻ ഓഫ് പൊസിഷൻ. This preposition is used to express something belongs to a person, animal or thing. പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് അത് എൻ്റെ ആണ്, അത് ആരുടെ ആണ്, ഒരു പേഴ്സന്റെ ആണോ അനിമലിന്റെ ആണോ, ഒരു ബിലോങ്ങിങ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻ ഓഫ് പൊസിഷൻ.
അതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഓഫ്, ടു, വിത്ത്. ഇതാണ് പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. കണ്ടോ, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ന്യൂഡൽഹി ആണ്. അപ്പൊ അവിടെ വന്നിട്ടുള്ളത് ഏതാണ്? ഓഫ് ആണ്. അതുപോലെ ദ ഫിഷ് വിത്ത് ബ്ലാക്ക് സ്പോട്ട് ഈസ് മൈ പെറ്റ്. അപ്പൊ അവിടെ വന്നിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതാണ്? വിത്ത്, പൊസിഷൻ കാണിക്കാൻ വേണ്ടി. ബ്ലാക്ക് പുള്ളിയുള്ള ഫിഷ് എന്റെ പെറ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.